ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവിക അനുഗ്രഹം പ്രാപിക്കുവാൻ നാം എങ്ങനെ ആയിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുക. ഏശയ്യാ 55:1 മുതൽ 6 വരെ അല്ലെങ്കിൽ 7 വരെ വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, വെള്ളത്തിന് വരുവീൻ, വന്നു വാങ്ങി തിന്നുവീൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരാത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് നന്മ അനുഭവിപ്പീൻ. പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചു കൊള്ളുവീൻ. നിങ്ങൾ ചെവി ചായ്ച്ച് എൻ്റെ അടുക്കൽ വരുവീൻ. നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവീൻ. ദൈവത്തിൻ്റെ വചനം ജീവൻ തരുന്നതാണ്. അത് കേൾക്കുമ്പോൾ ആ മനുഷ്യനിൽ എത്ര പാപിയായിരുന്നാലും ആ മനുഷ്യനിലേക്ക് ജീവൻ ഉണ്ടാകുന്നു. നാം വചനം കേൾക്കുന്നവരാണെങ്കിൽ നമ്മളിൽ തീർച്ചയായിട്ടും ജീവൻ, ദൈവത്തിൻ്റെ ജീവൻ, യേശുവിൻ്റെ ജീവൻ നമ്മളിലേക്ക് വ്യാപരിക്കുന്നു. അത് നമ്മളിൽ വ്യാപരിച്ചിട്ടുണ്ടോ? നമ്മളിൽ വ്യാപരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നന്മ അനുഭവിപ്പാൻ നമുക്കിടയായിത്തീരും. ദൈവത്തിൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിപ്പാനാണ് അവിടെ പറയുന്നത്. പുഷ്ടഭോജനം കഴിക്കാൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വെറുതെ കേൾക്കുന്നവരും വായിക്കുന്നവരുമാകാതെ ശ്രദ്ധിച്ച് കേൾക്കുന്നവരായിരിക്കണം. എനിക്ക് നന്മ ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി കേൾക്കുന്നവരായിരിക്കണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കും. അവിടെ പറയാണ്, ദാവീദിൻ്റെ നിശ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. ഞാൻ അവനെ ജാതികൾക്ക് സാക്ഷിയും വംശങ്ങൾക്ക് പ്രഭുവും അധിപതിയാക്കിയിരിക്കുന്നു. നീ അറിയാത്ത ഒരു ജാതിയെ നീ വിളിക്കും. നിന്നെ അറിയാത്ത ഒരു ജാതി നിൻ്റെ ദൈവമായ യഹോവ നിമിത്തം, ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നിമിത്തവും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കാൻ തന്നെ നിൻ്റെ അടുക്കൽ ഓടി വരും. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ. അവനടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ദുഷ്ടൻ തൻ്റെ വഴിയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ. അവൻ അവനോട് കരുണ കാണിക്കും. കരുണ പ്രാപിപ്പാൻ നമുക്ക് ദൈവത്തിലേക്ക് തിരിഞ്ഞു വരണം. ദുഷ്ടനായിരിക്കുന്ന അല്ലെങ്കിൽ ദുഷ്ടതയുള്ള സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നാം അതിനെ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നുവെങ്കിൽ കരുണ ലഭിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആ കരുണ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കുവാൻ നമുക്കിടയായി തീരട്ടെ. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം കൂടി വായിക്കാം. അതിൽ പറയുകയാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അപ്പോൾ ദൈവം തരാനിരിക്കുന്നത് ഒരു മനുഷ്യൻ ചിന്തിച്ചതുപോലെ അല്ല. ഒരു മനുഷ്യൻ്റെയും കണ്ണിൽ കണ്ടിട്ടില്ല, ഒരു മനുഷ്യനും കേട്ടിട്ടില്ല. ദൈവം തൻ്റെ ജനത്തിന്, തൻ്റെ മക്കൾക്ക് കൊടുക്കുന്നത് ആരും കണ്ടിട്ടില്ലാത്തതാണ്. കേട്ടിട്ടില്ലാത്ത പോലെ അനുഗ്രഹിക്കുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ആ വലിയ അനുഗ്രഹം നമുക്ക് ലഭിപ്പാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ആമേൻ.